കഴിഞ്ഞ 6 വീഡിയോകളിലായി 150 MCQ നമ്മൾ ചർച്ച ചെയ്തു. ഇനി 151 മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പറയുന്നത്. 151. ഒരു പാർലമെൻറ്റ് അംഗത്തിന് തുടർച്ചയായി സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്നാൽ അംഗത്വം ഔപചാരികമായി നഷ്ടപ്പെടും. എത്ര ദിവസം പങ്കെടുക്കാതിരുന്നാലാണ് അയാൾക്ക് അംഗത്വം നഷ്ടപ്പെടുക? ആൻസർ സി ആണ്. 60 ദിവസം തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ ഔപചാരികമായി അയാളുടെ അംഗത്വം നഷ്ടപ്പെടുന്നതാണ്. 152. ഇന്ത്യയിൽ ഒരു വ്യക്തിക്ക് പാർലമെൻറ്റ് അംഗമാകാതെ തന്നെ മന്ത്രിസഭയിൽ അംഗമാകാൻ കഴിയും. പക്ഷേ അങ്ങനെ മന്ത്രിസഭയിൽ അംഗമാകുന്ന ആൾക്ക് എത്ര കാലം മന്ത്രിസഭ അംഗമായിക്കൊണ്ട് തുടരാം? ആൻസർ ബി ആണ്. 6 മാസം വരെ അയാൾക്ക് മന്ത്രിസഭ അംഗമായി തുടരാം. പിന്നീട് അയാൾ പാർലമെൻറ്റ് അംഗമായാലേ അയാൾക്ക് മന്ത്രിസഭയിൽ അംഗമാകാൻ കഴിയുകയുള്ളൂ. 153. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ തലവൻ ആരാണ്? ആൻസർ ബി ആണ്. പ്രൈം മിനിസ്റ്റർ. അതാത് കാലത്തെ പ്രധാനമന്ത്രിമാരാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹെഡായിക്കൊണ്ട് അറിയപ്പെടുന്നത്. 154. ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർക്ക് നിയമസഭയിലേക്ക് എത്ര അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും? ആൻസർ സി ആണ്. ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ കഴിയും. 155. താഴെ നൽകിയവയിൽ ഇന്ത്യൻ രാഷ്ട്രപതിക്കുള്ള അധികാരം അല്ലെങ്കിൽ അംഗീകാരം ഏതാണ്? ആൻസർ സി ആണ്. അയാൾക്ക് നിയമപരമായ കാര്യങ്ങളിൽ അധികാരമുണ്ട്. 156. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് എവിടെയാണ് സമർപ്പിക്കേണ്ടത്? ആൻസർ ഡി ആണ്. ഹൗസ് ഓഫ് പീപ്പിൾ, ലോകസഭയിലാണ് അവതരിപ്പിക്കേണ്ടത്. 157. ഒരു ബജറ്റിൻ്റെ റവന്യൂ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ റവന്യൂ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് ആരാണ്? ആൻസർ ബി ആണ്. സെൻട്രൽ മിനിസ്റ്ററി ഓഫ് ഫിനാൻസ്, കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ് റവന്യൂ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. 158. സർക്കാരിൻ്റെ എക്സ്ട്രാവഗൻസ് പരിശോധിക്കുന്നത് ഏത് സമിതിയാണ്? ആൻസർ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു വിഷയത്തിലുള്ള പ്രത്യേകമായ ആവേശം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ പരിശോധിക്കുന്നത് ആരാണ്? അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ് പരിശോധിക്കുന്നത്. 159. നിയന്ത്രണത്തിനുള്ള ഉപകരണമായി ബഡ്ജറ്റ് നിയന്ത്രണത്തിനുള്ള ഉപകരണമാണ് ബജറ്റ്. ആര് നിയന്ത്രിക്കുന്നതിനുള്ള ഉപകരണമാണത്? ആൻസർ സി ആണ്. നിയമസഭയുടെ നിയന്ത്രണത്തിനുള്ള ഉപകരണമാണ് ബജറ്റ് എന്ന് പറയുന്നത്. 160. നിയമപ്രകാരം മുസ്ലിങ്ങൾക്കായി പ്രത്യേക ഇലക്ട്രേറ്റുകൾ കൊണ്ടുവന്നു. പ്രത്യേക മണ്ഡലങ്ങളും മറ്റുമൊക്കെയായി തിരിക്കുന്ന രീതി കൊണ്ടുവന്നു. ഏത് നിയമപ്രകാരമാണ് ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി ഇലക്ട്രേറ്റുകൾ നമ്മുടെ രാജ്യത്ത് സ്ഥാപിതമായിരുന്നത്? ആൻസർ എ ആണ്. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് മുസ്ലിങ്ങൾക്ക് മാത്രമായി പ്രത്യേക ഇലക്ട്രേറ്റുകൾ കൊണ്ടുവന്നത്. 161. ക്യാബിനറ്റ് മിഷനെ നിയമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ആൻസർ എ ആണ്. അധികാരം കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ, അതിൻ്റെ പദ്ധതികൾ രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ക്യാബിനറ്റ് മിഷനെ നിയമിച്ചത്. 1946 തത്വത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി തീരുമാനിച്ച സമയത്ത് അധികാരം എങ്ങനെയെല്ലാം കൈമാറണം എന്ന രീതി ചർച്ച ചെയ്യുന്നതിനും അതിനു വേണ്ടിയുള്ള പ്രത്യേക പദ്ധതികൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയുമാണ് ക്യാബിനറ്റ് മിഷനെ നിയമിച്ചത്. 162. പ്രവിശ്യ സ്വയംഭരണാവകാശം ഏത് നിയമത്തിലൂടെയാണ് അവതരിപ്പിച്ചത്? പ്രവിശ്യകൾക്ക് സ്വയം ഭരിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ളത് ഏത് നിയമത്തിലൂടെയാണ് അവതരിപ്പിച്ചത്? ആ നിയമത്തിൻ്റെ പേരെന്തായിരുന്നു? ആൻസർ എ ആണ്. 1935 ആക്ട് പ്രകാരമാണ് പ്രവിശ്യകൾക്ക് സ്വയംഭരണാവകാശം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമം കൊണ്ടുവന്നത്. 163.
ക്യാബിനറ്റ് മിഷൻ്റെ തീരുമാനപ്രകാരം ഇടക്കാല സർക്കാർ രൂപീകരിച്ചത് എന്നാണ്? ആൻസർ ബി ആണ്. 1946 സെപ്റ്റംബർ 2-നാണ് ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെൻറ് രൂപീകരിച്ചത്. അഥവാ ബ്രിട്ടീഷുകാർ ഭരണം ഇന്ത്യക്കാർക്ക് കൈമാറുകയും എന്നാൽ പൂർണ്ണാർത്ഥത്തിൽ ഇന്ത്യക്കാർ ഒരു സ്വതന്ത്ര ഭരണരീതി കൊണ്ടുവരാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഭരണ കാലഘട്ടമാണ് ഇടക്കാല ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അത് എന്നാണ് ഇന്ത്യയിൽ തുടങ്ങിയത്? 1946 സെപ്റ്റംബർ 2-നാണ്. 164. ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കിയതെന്ന്? ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ വേണ്ടി ഔദ്യോഗികമായി തീരുമാനിച്ചത് എന്നാണ്? ആൻസർ സി ആണ്. 1947 ജൂൺ മാസത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. 165. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് പോലെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കാലാനുസൃതമായ തെരഞ്ഞെടുപ്പ് നിർബന്ധമാക്കിയത് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്? കൃത്യമായ ഇടവേളകളിൽ 5 വർഷം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള നിയമം കൊണ്ടുവന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു? ആൻസർ ബി ആണ്. 73-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. 166. ബൽവന്ത് റായ് മേത്ത കമ്മീഷൻ നിയമിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണത് നിയമിക്കപ്പെട്ടത്? ആൻസർ ഡി ആണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനെ കുറിച്ച്, സാമുദായിക വികസന പദ്ധതികളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിയമിച്ചത്. 167. 1977 പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനം പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? പഞ്ചായത്ത് സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ബി ആണ്. അശോക് മേത്ത എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ കമ്മീഷൻ. 168. മണ്ഡൽ കമ്മീഷനെ നിയമിച്ചത് ആരാണ്? ആൻസർ ഡി. VP സിംഗ് ആണ് മണ്ഡൽ കമ്മീഷനെ നിയമിക്കുന്നത്. 169. മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ ഡി ആണ്. 1909 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 170. മൗലിക കർത്തവ്യങ്ങളായി ഭരണഘടനയിൽ എത്ര ചുമതലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? ആൻസർ ബി. 11 ചുമതലകളാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എന്നുള്ള ഭാഗത്തിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 171. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭേദഗതിയാണ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന കടമയായിക്കൊണ്ട് പ്രഖ്യാപിച്ചത്? ആൻസർ എ ആണ്. ഭരണഘടനയുടെ 86-ാം ഭേദഗതി പ്രകാരമാണ് കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ഒരു അടിസ്ഥാന ഘടകമായി, കടമയായിക്കൊണ്ട് മാറ്റിയത്. 172. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ ദേശീയ വികസന സമിതി രൂപീകരിച്ചത് എന്നാണ്? ആൻസർ സി ആണ്. 1952 രൂപീകരിക്കുന്നത്. 173. ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനും അംഗങ്ങൾക്കുമുള്ള യോഗ്യത വ്യക്തമാക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷൻ്റെ ചെയർമാനെയും അതിൻ്റെ അംഗങ്ങളെയും തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേക യോഗ്യതകളുണ്ട്. ആ യോഗ്യതകൾ എവിടെയാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ എ ആണ്. 174. ധനകാര്യ കമ്മീഷൻ 5 വർഷം കൂടുമ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ്. ആരാണ് അതിന് രൂപീകരണത്തിന് നേതൃത്വം നൽകുന്നത്? ആൻസർ എ ആണ്. പ്രസിഡൻ്റാണ് ഇന്ത്യയിലെ ധനകാര്യ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നത്. 75. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക അധികാരം ചില വിഷയങ്ങളിലുണ്ട്. അത്തരം വിഷയങ്ങൾക്ക്, അത്തരം വകുപ്പുകൾക്ക് പറയുന്ന പേരെന്താണ്? ആൻസർ ബി ആണ്. സ്റ്റേറ്റ് ലിസ്റ്റ്. സംസ്ഥാനങ്ങൾക്ക് മാത്രം പ്രത്യേക അധികാരമുള്ള ചുമതലകൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ, പ്രവർത്തനങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉള്ളത്.